ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്ന നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ പാർലമെൻ്ററി രംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത് ചരിത്രപരമായ നിയമനിർമ്മാണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. ആ 2005 ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ദിവസം മുതൽ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ ആ നീക്കങ്ങളെയൊക്കെ പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായ പ്രതിരോധം മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ പദ്ധതി ഡിസ്മാൻഡിൽ ചെയ്യാതെ നിലനിർത്തിപ്പോകുന്നത് BJP ഗവൺമെൻറ് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബില്ലിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ തൊഴിലുറപ്പ് റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ തൊഴിലെടുക്കാനുള്ള അവകാശം ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ നൽകുമെന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് ഈ നിയമനിർമ്മാണത്തിൽ പൂർണ്ണമായും അപ്രസക്തമാകുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം ജോലി എടുക്കാനുള്ള അവകാശം ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റിനെ, നിയമാനുസൃതമായിട്ടുള്ള ജനങ്ങളുടെ ഒരു അവകാശത്തെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് ഇതിൻ്റെ 3ാമത്തെ വകുപ്പിൽ തന്നെ വ്യക്തമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. ദിസ് ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാകുമ്പോൾ സ്വാഭാവികമായും അതിൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ വരും. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനങ്ങൾക്ക് വഹിക്കേണ്ടി വരുന്നത്. 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം കൊടുക്കുന്ന വിഹിതത്തിൻ്റെ അല്ലെങ്കിൽ ചെലവഴിക്കുന്ന വിഹിതത്തിൻ്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? അതാണ് ഞാൻ 2005 മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നയത്തിൻ്റെ സത്തയ്ക്കും സ്പിരിറ്റിനും 100% ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന, സംസ്ഥാനങ്ങളുമായി പങ്കുചേർന്നുകൊണ്ട് നടക്കുന്ന നിരവധിയായ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പട്ടികയിൽ ഒരു പദ്ധതി കൂടെ വരുന്നു. അതാണ് തൊഴിലുറപ്പ് നിയമം. എന്നാൽ 2005 നിയമം അങ്ങനെയായിരുന്നില്ല. ഒരു റൈറ്റ്, ഒരു അവകാശം, 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ ദിനങ്ങൾ ലഭിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമവും ഇതും തമ്മിൽ ഘടനാപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പേര് തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയുടെ നാമകരണത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പേര് വിവിധ പദ്ധതികളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ രാഷ്ട്രപിതാവായി രാജ്യം അംഗീകരിച്ചിട്ടുള്ള, ലോകം അംഗീകരിച്ചിട്ടുള്ള, ലോകാദരണീയനായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയായ മഹാത്മാഗാന്ധിയുടെ പേര് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിൽ നിന്ന്, അതിൻ്റെ നാമകരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയെ പോലും തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള RSSൻ്റെയും സംഘ് പരിവാറിൻ്റെയും ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ നാമകരണത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നോമൻക്ലേച്ചറിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് VBG റാംജി, VB വികസിത് ഭാരത്, G ഗ്യാരണ്ടി, റോസ്ഗാർ, ആജീവൻ മിഷൻ. നമുക്ക് പോലും ഒരു സാധാരണ ഹിന്ദി അറിയുന്ന ആൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും ഈ 3 ഭാഷയും കൂടി ചേർത്തുകൊണ്ട്
ഒരു സങ്കലിതമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പേര്. എന്തിനാണ് ഇങ്ങനെ കഠോരമായ ഒരു പേര് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിലും RSSൻ്റെ സംഘ് പരിവാറിൻ്റെ ഹീനമായിട്ടുള്ള അജണ്ട ഇതിൻ്റെ പിന്നിലുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പോകുന്നത് VBG റാം എന്ന പദപ്രയോഗം ഈ പദ്ധതിയുടെ നാമകരണത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പം മഹാത്മാഗാന്ധിയുടെ പേരെടുത്തു മാറ്റി ഇത്തരത്തിലൊരു നാമകരണം സ്വീകരിക്കാൻ എന്ത് ചേതോ വികാരമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും പാർലമെൻറ്റിൽ ഒബ്ജക്ഷൻ ഉന്നയിച്ചതാണ്. നിയമനിർമ്മാണ രംഗത്ത് അതിൻ്റെ അതോറിറ്റേറ്റീവായിട്ട് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണമെന്ന് കൃത്യമായി ഭരണഘടനയുടെ 348 അനുച്ഛേദം കൃത്യമായി നിർദ്ദേശിക്കുമ്പോഴാണ് ഈ രൂപത്തിൽ ഏകപക്ഷീയമായി എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരത്തോടുകൂടി എൻ്റെ അഭിപ്രായത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്തും ഇനി രാജ്യത്ത് നടപ്പാക്കാം എന്ന നിലയിലാണ് ഈ പുതിയ നിയമനിർമ്മാണവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്.